ഏറെക്കാലത്തിന് ശേഷം മലയാളി തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി ഗോപികയെ വീണ്ടും കണ്ടതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ. പക്ഷേ ബിഗ് സ്ക്രീനിലല്ല, തന്റെ പഴയ തമിഴ് ചിത്രം ഓട്ടോഗ്രാഫിന്റെ റീ റിലീസിന് ആശംസ അറിയിച്ചാണ് ഗോപിക. ഓട്ടോഗ്രാഫിന്റെ അണിയറപ്പുറത്ത് ഈ വീഡിയോ പങ്കുവച്ചിട്ടുമുണ്ട്. തന്റെ കരിയറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ഓട്ടോഗ്രാഫിലേതെന്ന് ഗോപിക പറയുന്നു. ഏറെക്കാലമായി ലൈംലൈറ്റിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഗോപിക. സിനിമകൾ ചെയ്തിട്ട് വർഷങ്ങളായി. 2013 പുറത്തിറങ്ങിയ 'ഭാര്യ അത്ര പോരാ' എന്ന ഗോപികയുടെ അവസാന സിനിമ. സോഷ്യൽ മീഡിയയിലും ഗോപികയില്ല. ഭർത്താവ് അജീഷ് ചാക്കോയ്ക്കും മകൾക്കൊപ്പം ഓസ്ട്രേലിയയിലാണ് ഗോപിക ഇന്നുള്ളത്. 2000ത്തിന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിൽ ഒരുപിടി നടിമാർ വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. കാവ്യ മാധവൻ, മീര ജാസ്മിൻ, നമ്പിയ നായർ തുടങ്ങിയവർ ഉദാഹരണം. ഇക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ഗോപികയും. ഹിറ്റിനു പിറകെ ഒന്നായി ഒന്നായി ലഭിച്ചതോടെ ഗോപിയുടെ കരയിൽ തുണയിച്ചത്. ആദ്യ ചിത്രം പ്രണയമണി തൂവൽ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്നാൽ രണ്ടാമത് ചെയ്ത ഫോർ ദ പീപ്പിൾ വലിയ ഹിറ്റായി. പിന്നീട് കുറച്ചു വർഷങ്ങൾ ഗോപിക്ക് കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓട്ടോഗ്രാഫ്, ചാന്തുപൊട്ട്, പച്ചക്കുതിര, മായാവി, അലിബായ്, അണ്ണൻ തമ്പി തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളിൽ ഗോപിക നായികയായി. മലയാളി തമിഴ് പ്രേക്ഷകർക്ക് ഗോപിക പ്രിയങ്കരിയായി മാറുകയും ചെയ്തു. കരിയറിൽ വിവാദങ്ങളും ഗോസിപ്പുകളുമില്ലാതെ മുന്നോട്ടു പോകാൻ ചുരുക്കം നടിമാരിൽ ഒരാളായിരുന്നു ഗോപിക. കരിയറിൽ മികച്ച സമയത്ത് നിൽക്കുമ്പോഴായിരുന്നു ഗോപികയുടെ വിവാഹം. 2009 വിവാഹം കഴിഞ്ഞ ശേഷം ഗോപിക ഭർത്താവിനോടൊപ്പം വിദേശത്ത് പോയി. പിന്നീട് 'ഭാര്യ യാത്ര പോരെ' എന്ന സിനിമ മാത്രമാണ് ഗോപിക ചെയ്തതും. പെട്ടെന്നായിരുന്നു ഗോപികയുടെ അറേഞ്ച് മാരേജ്. ഒരിക്കൽ ഇതിനെക്കുറിച്ച് നടി കാവ്യ മാധവൻ സംസാരിച്ചിട്ടുണ്ട്. വിവാഹം എന്നത് തലയിൽ വരച്ചതുപോലെയാണ്. ഗോപികയുടെ കല്യാണം തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമെന്ന് കാവ്യ അന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവർക്കും ഒരുപോലെയുള്ള പ്രായമുള്ള കുട്ടികളാണ്. കല്യാണം നോക്കി തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നു. 2 ആഴ്ച മുമ്പ് വരെ ഞങ്ങൾ കണ്ടതാണ്. ഒന്നും ആയിട്ടിരുന്നില്ല. കുറച്ചുകൂടി വച്ചിട്ടേ ഉള്ളൂ. രണ്ടാമത്തെ കാഴ്ചയായപ്പോൾ അവൾ എന്നെ വിളിച്ച് കൺഫേമായി. "നീ ഇതാരോടും പറയണ്ട" എന്നാണ് പറഞ്ഞത്. പെട്ടെന്നെല്ലാം കഴിഞ്ഞു. എൻഗേജ്മെന്റ് കഴിഞ്ഞു. അടുത്തിടെ അടുത്ത ആഴ്ച കല്യാണവും കഴിഞ്ഞു. അവളിപ്പോൾ അയർലൻഡിൽ അവിടെ വീട്ടിലെത്തി. കുറച്ചു മാസങ്ങൾ കൊണ്ട് എന്ത് മാറ്റം ജീവിതത്തിലുണ്ടായി. എനിക്ക് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. കാര്യമായ കല്യാണാലോചന തന്റെ വീട്ടിൽ നടക്കുന്നുണ്ടെന്ന് അന്ന് കാവ്യ മാധവൻ പറഞ്ഞു.